പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠത്തിലെ അതായത് കല്ലോളം സ്നേഹം എന്നതിലെ എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനത്തിൽ ചില കവിതകളായിരുന്നു പരിചയപ്പെടുത്തിയത്. കവിതകളെക്കുറിച്ചൊന്ന് വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യാം എന്ന ഒരു ഹെഡിങ്ങോടെ ഒരു ലേഖനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അശോകൻ ചെരുവിളയുടെ സംഗീതാതരമായ 2 അക്ഷരം എന്ന ഒരു ലേഖനം നിങ്ങൾ വായിച്ച് കാണുമെന്ന് കരുതുന്നു. സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം. പ്രഭാതം സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തി വെച്ച് പഠിക്കുകയാണ്. ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ. അങ്ങനെ 3-4 വട്ടം അവർ വിളി കേട്ടില്ല. അപ്പം നമ്മുടെയൊക്കെ നമുക്ക് വീട് പോലെ സാധാരണ കുടുംബം ഒരു വീട്ടിലും ഇങ്ങനെ അല്ലാത്തൊരവസ്ഥ വളരെ വിരളമാണ്. ഇപ്പം രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള അണുകുടുംബം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അച്ഛൻ, അമ്മ, 2 മക്കൾ, അത് ഇത്രയും അടങ്ങുന്നതാണ് അണുകുടുംബം. കൂട്ടുകുടുംബം പിന്നെ ചിലപ്പോൾ ഒരു അമ്മൂമ്മയും കൂടെ കാണും, അത്രേ ഉള്ളൂ. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മൂമ്മ, അപ്പൂപ്പൻ, അച്ഛൻ, അമ്മ, മക്കൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മാമന്, കൊച്ചച്ഛൻ, അങ്ങനെ ഒരുപാട് പേരടങ്ങുന്നതാണ് കൂട്ടുകുടുംബം. ഒരുപാട് ഫാമിലി ഉള്ളിടത്ത്. അപ്പോൾ ഇവിടെ അണുകുടുംബം സാധാരണ ഇന്ന് കാണുന്നിടത്ത് പോലുള്ള അണുകുടുംബത്തിലെ ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോകാനായിട്ട് 3 മേശപ്പുറത്ത് പുസ്തകങ്ങൾ നിർത്തി വെച്ച് പഠിക്കുകയാണ്. ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. പക്ഷെ 3-4 പ്രാവശ്യം വിളിച്ചെങ്കിൽ അമ്മ വിളി കേട്ടില്ല. എന്താ കാര്യം? അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്കൊരു 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രത്തിൽ, മറ്റേ കൈ കുക്കിംഗ് സ്റ്റൗവിൽ, ഒരു കൈ ചിരവയിൽ. അമ്മയുടെ വെപ്രാളമാണ്. രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളോടുണ്ടെങ്കിൽ വളരെ രസമായിരിക്കും. എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്കും വെവ്വേറെ ഭക്ഷണങ്ങൾ തയ്യാറാക്കി. അമ്മയുടെ ഒരു പെടാപ്പാടല്ലേ. കുളിച്ചൊരുങ്ങി ഇറങ്ങി ഇതെല്ലാം എല്ലാവരും ഒരുക്കി വിട്ടിട്ട് അമ്മയ്ക്ക് ഓഫീസിൽ പോകുന്ന അമ്മയാണെങ്കിൽ അതിന് ശേഷം വേണം പോകാൻ. അപ്പം ആ പെടാപ്പാട്ടിൽ ചിലപ്പോൾ ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല, നല്ലതുപോലെ ഒരുങ്ങിയിട്ടുണ്ടാവില്ല. ഓട്ടം. ബസ് പിടിച്ച് ആഫീസിലെത്തണ്ടേ? സമയത്ത് ആഫീസിൽ ചെന്നില്ലെങ്കിൽ അവിടെ നിന്നും കിട്ടും. ആരും നിർബന്ധിച്ചിട്ടല്ല, സമയത്ത് ജോലിക്ക് എത്തണമെന്ന ഒരു താല്പര്യം. ഉള്ളിലെ രോഷവും സങ്കടവും മകൻ്റെ വിളി അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചപ്പോൾ എനിക്ക് യഥാർത്ഥ സമയത്ത് എനിക്ക് ഓഫീസിൽ ചെന്നേ പറ്റൂ എന്ന അത് അമ്മയോട് ആരും പറഞ്ഞ് നിർബന്ധിച്ചതല്ല. അത് അങ്ങനെ ആയിരിക്കണം എന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ ഈ പെടാപ്പാടിൽ എല്ലാവരോടുള്ള ദേഷ്യവും രോഷവും എല്ലാം കൂടി ഈ മകനിൽ അങ്ങ് തീർത്തു. അതെങ്ങനെയാണ് തീർക്കുക? അവൻ വിളിച്ചിട്ട് വിളി കേട്ടില്ല. അതാണ് അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതികാരം. സാധാരണ ചിലരാണെങ്കിൽ പിന്നെ അങ്ങനെ അറ്റം ചെല്ലുമ്പോഴാണ് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ പിടിച്ച് 2 അടിയും കൊടുക്കും, അല്ലേ? അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഇവിടെ കൊടുത്ത ഈ ലേഖനത്തിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? 2 കുടുംബമുണ്ട്. പൊൻകുന്നം വർക്കിയുടെ ഒരു കുടുംബവും അശോകൻ ചെരുവിളയുടെ ഈ കുടുംബവും. ഒന്നിൽ ഇല്ലായ്മ തന്നെയാണ്. ദാരിദ്ര്യത്തിൽ നിന്നുണ്ടായ അമ്മയ്ക്ക് വിദ്വേഷം. അമ്മയ്ക്കൊന്നും അങ്ങോട്ട് ശരിയാതില്ല. ഇവിടെ അതല്ല. അമ്മ ജോലിക്കാരിയാണ്, വീട്ടിൽ അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടാവാം. അവിടെയും അമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അത് അമ്മയ്ക്ക് ഒരു കണക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം തോന്നുമെങ്കിലും അത് അമ്മയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വേവലാതിയാണ്, അല്ലേ? ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ അതൊക്കെ റെഡിയാക്കി അമ്മയ്ക്കും ജോലിക്ക് പോകണ്ടേ? അപ്പോൾ അതിനുള്ള ഒരു വെപ്രാളം, അല്ലേ? അപ്പോൾ 2 തരത്തിലും നമുക്ക് അവിടെ കാണാം. 2 കുടുംബങ്ങളുടെ അവസ്ഥ, 2 അമ്മമാരുടെ അവസ്ഥയും കാണാം. ഒന്നെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് കൊണ്ടുണ്ടായ അവസ്ഥ. ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് സാധിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇതാണ് ഈ 2 കുടുംബം തമ്മിലുള്ള വ്യത്യാസം. ഈ പറഞ്ഞ ലേഖനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ ഒരു പട്ടിക കൊടുത്തിരിക്കുന്നത്. പൊൻകുന്നം വർക്കിയുടെ അമ്മ, അശോകൻ ചെരുവിളയിലെ അദ്ദേഹത്തിൻ്റെ രചനയിലെ അമ്മ. 2 പേരും തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ്. ഒന്ന് പാവപ്പെട്ട കുടുംബമാണ്, മക്കളുടെ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല, വിദ്യാഭ്യാസമില്ല, കൂലിപ്പണി എടുക്കുന്നു, പിന്നെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. അടുത്തതോ ഇടത്തരം കുടുംബമാണ്, താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല, ഓഫീസ് ജോലിയുണ്ട്, അല്ലേ? അതെന്ന് പറയുന്നത് ഇല്ലായ്മയല്ല, അല്ലാത്തൊരു കഷ്ടപ്പാട്. മറ്റേത് ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി എന്തൊക്കെ കഷ്ടപ്പാടുണ്ടോ അതെല്ലാം അടങ്ങിയ പൊൻകുന്നം വർക്കിയുടെ കുടുംബം. ഇങ്ങനെ എത്ര തരത്തിലുള്ള കുടുംബങ്ങളാണ് കൂട്ടുകാരെ നമ്മളുടെ ഈ സമൂഹത്തിലുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ വേറെയും നമുക്ക് മാത്രമേ വിഷമമുള്ളൂ. അപ്പോൾ ആ അമ്മ പറയും, അശോകൻ ചെരുവിളയുടെ രചനയിലെ അമ്മ പറയും, ഓ എനിക്കെന്തോ ഒരു കഷ്ടപ്പാടാണ്, എങ്ങനെ എൻ്റെ കാര്യം. അപ്പോൾ മറ്റേ അമ്മയുടെ കാര്യം ഓർത്താലോ? ഈ പറയുന്ന കഷ്ടപ്പാടുകളാണോ അവർക്കുള്ളത്? അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആവശ്യത്തിന് മാത്രം നിർബന്ധം ഉണ്ടാക്കുക, അല്ലേ? ബാക്കിയൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനൊരു ശീലം വളരെ കൊച്ചിലെ തന്നെ ഉള്ളത് നല്ലതാണ്. ഇവിടെ പൊൻകുന്നം വർക്കിയുടെ ഈ
എന്താ ഞാനൊരു കഥാകാരനായ കഥ എന്നുള്ള ഈ പാഠം അവസാനിക്കുകയാണ്. ഇനി ഇതിനകത്ത് എടുത്ത് പറയത്തക്ക ചോദ്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഉള്ളത് തരാം, വീഡിയോയിൽ ഇടാം. ഇനി അടുത്ത പാഠം എന്ന് പറയുന്നത് മരങ്ങളുടെ ഭാഷ. ഇതുവരെ നമ്മൾ മനുഷ്യരുടെ അമ്മയും മക്കളും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമായിരുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും ഈ പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ച, ചെടികളിലേക്കായാലും പടരുന്ന കാഴ്ചയാണ് അടുത്ത പാഠം. അപ്പം അതുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണിത്. എല്ലാവരും ഇത് നോട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക.